എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കണ്ടംപുള്ളി കരിന്തറ മാന്ത്രിക വൈദ്യമഠം. സ്ത്രീകളിലും മറ്റുള്ള പുരുഷന്മാരിലൊക്കെ ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ രഹസ്യമായി വന്നു ചേരുന്ന കടബാധ്യത എങ്ങനെ മാറ്റിയെടുക്കാം, ആ കടം വീടാൻ എന്താണ് പോംവഴി എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വൈദ്യം ജ്യോതിഷം മാന്ത്രികം നിങ്ങളുടെ വിരൽ തുമ്പിലുണ്ടായിരിക്കും. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം. എന്താണെന്ന് വെച്ചാൽ ഇതൊരു അത്രയും കഴമ്പുള്ളൊരു കാര്യമാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതാണ്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ വീഡിയോകളും പറയാറില്ല. കാരണം ഓരോരുത്തരുടെ വ്യക്തി താല്പര്യത്തിന് അതൊരു മൗഢ്യമായ അതൊരു വൈകല്യമാവണ്ട എന്നുള്ളത് കൊണ്ട് ചില വീഡിയോയിലൊക്കെ ഒരു കഴമ്പുണ്ടായിരിക്കും. അപ്പം അത് ഒരു ദോഷം മാറാനാണെങ്കിൽ എന്തപ്പോൾ ഈ വീഡിയോ എനിക്ക് അയച്ചു തരേണ്ട ഒരു ആവശ്യം എന്നുള്ളത് തോന്നിയേക്കാം. അപ്പം അതുകൊണ്ടാണ് നമുക്ക് കടബാധ്യത എന്നുള്ളത് വരാതിരിക്കാനും വന്നത് മാറാനും കൂടിയിട്ടുള്ള ഒരു മാർഗം കൂടിയാണ് ഇതൊക്കെ. കടബാധ്യതയിൽ വലിയൊരു പങ്ക് അല്ലെങ്കിൽ നമ്മളിലേക്ക് വന്നു ചേരുന്ന ഭാഗം നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം അത് മാറ്റാനുള്ള പ്രതിവിധി നിങ്ങളിലേക്ക് പോകാം. എന്താണെന്ന് വെച്ചാൽ ഓരോ സ്ത്രീകളുടെയും രഹസ്യമായിട്ട് കടം വരുന്നു. എങ്ങനെയാണ് രഹസ്യമായിട്ട് കടം വരാൻ കാരണം എന്നുള്ളതാണ്. നമുക്ക് SKS, മുത്തൂറ്റ്, ഈസാഫ്, ശ്രീശക്തി മുതലായ ഓണക്കുറി, വിഷുക്കുറി അങ്ങനെ പറഞ്ഞിട്ട് ഓരോ സമുദായങ്ങൾ, ഓരോ ഫണ്ടുകളൊക്കെ ഉണ്ടാവും. ഇതിലൊക്കെ പലരും ചെന്നപ്പെട്ടിട്ടുള്ളത് വെച്ചാൽ ഇതിലത്തെ മെമ്പർഷിപ്പ് ആയിട്ടുള്ള ആളുകൾ, ചില ആളുകൾ പണം വേണ്ടാത്തവരും ചില ആളുകൾ പണം ആവശ്യമുള്ളവരായിരിക്കും. ഈ ആവശ്യക്കാരനാണെങ്കിൽ കുറെ അധികം ആവശ്യമുണ്ട്, വേണ്ടാത്ത ആളെ പേരിലും അവർ പൈസ എടുക്കും. അത് അടയ്ക്കാൻ അവർ വൈകുമ്പോൾ ഈ പേരിൽ നമ്മൾ ഒപ്പിട്ട് കൊടുത്ത ആ വ്യക്തി ഇത് കൊടുക്കേണ്ടതായിട്ട് വരും. അത് വീട്ടിൽ പറഞ്ഞാൽ അത് പ്രശ്നമായെങ്കിലോ എന്ന് കരുതിയിട്ട് നമ്മൾ അവരുടെ പൈസ നമ്മൾ തിരിമറി റോളിങ് ചെയ്തിട്ട് അത് അടച്ചടച്ചടച്ച് കൊടുക്കും. അതിൻ്റെ പോരായ്മ വരുന്ന സമയത്ത് നമ്മൾ അവിടുന്ന് ഇവിടുന്ന് മേടിച്ച് കൊടുത്തിട്ടാണ് അത് ആദ്യമായിട്ട് സ്റ്റേജ് കടക്കുന്നത്. ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? ഓരോന്ന് പണയം വെച്ചിട്ടോ മറ്റു കുറികളിൽ നിന്നോ സമുദായത്തിൽ നിന്നോ പലിശയ്ക്കോ അടവിനൊക്കെ എടുത്തിട്ടാണ് ഇത് കൊടുക്കുക. ഇത് കൃത്യമായിട്ട് ഗൃഹസ്ഥാശ്രമം വഹിച്ച് നിൽക്കുന്ന കുടുംബിനിയായിട്ട് നിൽക്കുന്നവർക്ക് മറ്റു ജോലികളൊന്നുമില്ലാത്ത സ്ത്രീകളാണ് ഇത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ബാധ്യത പുറത്തു പറയാൻ പറ്റില്ല. കാരണം ഭർത്താവിനോട് പറയാൻ പറ്റാത്തത് കൊണ്ട് അവരിൽ നിന്ന് കിട്ടുന്നതോ മറ്റുള്ള അറിയാതെ തന്നെയാണ് ഇത് ഫോർവേഡ് കൺട്രോൾ ചെയ്ത് കൊണ്ടുണ്ടാവുക. അതൊരു വർഷമാകുമ്പോഴേക്കും ഈ 10,000 ഉള്ളത് 1,00,000 മാറും. അങ്ങനെ അത് 2 കൊല്ലമാകുമ്പോഴേക്കും ഇരട്ടിയായിട്ടാണ് ഒരു തരത്തിൽ വരുന്നത്. ചില ഭർത്താക്കന്മാരൊക്കെ എന്ത് കാര്യങ്ങളും ഭാര്യമാരെ ഏൽപ്പിക്കും. അത് നീയാണ്ട് ചെയ്തോ എന്ന് പറയും. അപ്പോൾ ഭാര്യ മാസം 20,000 അല്ലെങ്കിൽ 15,000 ഭർത്താവ് ഗൾഫിൽ നിന്ന് അയക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. അപ്പോൾ ഫണ്ടുകളൊക്കെ അറേഞ്ച് ചെയ്യും, ഇല്ലെങ്കിൽ അടവിനെടുക്കും. ഈ അടവിനെടുത്തു കഴിഞ്ഞാൽ ഇവരെന്താണ് ഉണ്ടാവുക? ഇവര് ഭർത്താവിന്റെ ഭാഗം ഇപ്പോൾ ആഴ്ചയിൽ ഇത്ര കൊടുക്കാം എന്നൊക്കെ മനക്കണക്ക് കൂട്ടിയിരിക്കും. ഇരുന്ന് കഴിഞ്ഞാൽ ഭർത്താവാണെങ്കിൽ ഗൾഫിൽ നിന്ന് 3 മാസം കൂടുമ്പോഴും ചിലപ്പോൾ പൈസ അയക്കുക. ഈ പൈസ അയക്കുന്നതിനനുസരിച്ച് നമുക്ക് കല്യാണം മുതലായ മറ്റു കാര്യങ്ങളും മറ്റ് ആസ്പത്രി മുതലായ മറ്റു രോഗങ്ങളും അതൊക്കെ വന്നിട്ട് നമ്മൾ അനാവശ്യമായിട്ട് തന്നെ പൈസ ചിലവായിട്ടും കൂടി ഉണ്ടാവും. ഇതിന്റെ പുറമെ നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടെ ഭർത്താവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ തന്നെ ആയതുകൊണ്ട് ഇവര് വസ്ത്രം എടുക്കുന്നതാണെങ്കിൽ പൈസ കൂടിയത് എടുക്കും, മറ്റുള്ള ആവശ്യങ്ങളൊക്കെ ഒന്ന് വലുതാക്കും. അങ്ങനെ മറ്റുള്ള മോഹങ്ങളും കൂടി ഇതിൽ കൂടെ സാധിപ്പിച്ചെടുക്കുന്ന തരത്തിലേക്കുള്ള കാശും കൂടി ഇതിൽ കാണും. ഇത് കാണുമ്പോൾ എന്താണ്, ഈ എടുത്ത പൈസ കൊടുക്കാനും പറ്റില്ല, മറ്റേ വന്ന പൈസ തികയായും വരും. ഭർത്താവാണെങ്കിൽ അയച്ചിട്ടുമുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് വേറൊരു തരത്തിൽ ഇനി അടുത്ത മാസം വരുമ്പോൾ കൊടുക്കാന്ന് കരുതിയിട്ട് വീണ്ടും കുറച്ച് പൈസ റോൾ ചെയ്യും. അപ്പോൾ ഭർത്താവ് പറയും ഇത് പോരാ, അങ്ങനെയെന്ന് പറയുമ്പോൾ അത് എടുത്തോ ഞാൻ ചെയ്തുതരാന്ന് പറയും. എത്ര എടുക്കുന്നു എന്ന് നമ്മളും പറയില്ല, എത്ര എടുത്തോന്ന് അവരും പറയില്ല. ഇത് എടുത്തെടുത്ത് ലാസ്റ്റ് എന്തായി, വലിയൊരു ബാധ്യത വരുന്ന സമയത്ത് ഭർത്താവുമായിട്ട് തർക്കമുണ്ടാവും. ഭർത്താവ് പറയും മാസം ഞാൻ ഇത്ര വെച്ച് അയച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ അവളാണെങ്കിൽ എന്തോ ആരോ ഇവളെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട്, ഇവൾക്ക് മറ്റെന്തോ ബന്ധങ്ങളുണ്ട്, ഇവളെ പോക്ക് ശരിയല്ല, ഇവള് ഞായറാഴ്ച രാവിലെ പോയ വൈകിട്ട് പോയ പിറ്റേ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളും നമ്മുടെ ജീവിത സന്തോഷം കണ്ട് കുനിറ്റടിച്ച് പാര വെച്ചിട്ട് ഒരു തരത്തിൽ വരും. ഈ ഭർത്താവാണെങ്കിൽ പറയും ഇത് കടം വരേണ്ട ഓരോ ആവശ്യമില്ല, ഞാൻ എല്ലാ പൈസയും കൊടുക്കാറുണ്ട്, ഇവൾക്ക് എങ്ങനെ കടം വന്നു, ആർക്ക് കൊടുത്തു എന്നുള്ളതാണ്.
ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ, നമ്മൾ കുടുംബം നോക്കിയതും പരിപാലിച്ചതിൻ്റെ പിന്നിൽ തന്നെ കുടുംബ പ്രശ്നങ്ങൾ നേരിട്ട് കുടുംബം തകർന്ന് ഡൈവോഴ്സ് വരെ എത്തിയ ഒരുപാട് പെണ്ണുങ്ങളുടെ, സ്ത്രീകളുടെ കഥ എനിക്ക് വളരെ പച്ചവെള്ളം പോലെ ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് എനിക്ക് അറിയാം. കാരണം ഇതുപോലുള്ള സ്ത്രീകൾ നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത് കൊണ്ട്. പിന്നെ ഓണക്കുറി, വിഷുക്കുറി ഒക്കെ നടത്തും, വീട്ടിലറിയാണ്ടുള്ളവരായിട്ട് നടത്തുക. അങ്ങനെയൊക്കെയുള്ള രഹസ്യമായിട്ടുള്ള ഇടപാടുകളൊക്കെയാണ് നമ്മുടെ കടബാധ്യതയിലേക്ക് വരുന്നത്. ഈ കടബാധ്യത വീട്ടിലറിയാതെ എങ്ങനെ വീട്ടുമെന്ന് കരുതിയിട്ട് ഉരുകി ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഇന്നും എൻ്റെ അറിവിലുണ്ട്. അവർക്കൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇനി ഇത് കടബാധ്യതയൊന്നും ഇല്ലാത്ത സ്ത്രീകളാണെങ്കിൽ ഇതൊക്കെയാണ് കടം വരുന്നതിൻ്റെ വഴികളും എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് വീട്ടുകാരെ അറിയാതെ മറ്റൊരു സ്ഥലത്ത് നിന്ന് പൈസ വാങ്ങാതിരിക്കുക. വാങ്ങുന്ന പൈസ ഭർത്താവിനെ കൊണ്ട് തന്നെ വാങ്ങിപ്പിക്കുക. കാരണം നിങ്ങൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗൃഹഭരണം സ്വന്തമായി നടത്തുമ്പോൾ അതൊരു ഞാനാണ് ഇതിൻ്റെ കാള് എന്നുള്ള ഒരു ഉള്ളിലുള്ള ഒരു സന്തോഷം, ഒരു അഹങ്കാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ അവർ ഭയങ്കര സന്തോഷമായിരിക്കും. ഞാനാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും എൻ്റെ കൈ കൊണ്ടാണ് എല്ലാം നടത്തുന്നത്, എനിക്കതൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്, എനിക്കത് സാധിക്കുള്ളൂ എന്നൊക്കെയുള്ളൊരു ധാരണയോടെ കൂടിയിട്ടൊക്കെ വീട്ടുഭരണം ഏറ്റെടുത്തവർ അവർക്ക് മനസ്സമാധാനം എന്ന് പറയുന്നത് ഉണ്ടാവില്ല. കാരണം നമ്മൾ ഈ ചെയ്യേണ്ടത് വീട്ടിലെ മറ്റ് കാര്യങ്ങളൊക്കെ പരിപാലിക്കേണ്ടതൊക്കെ ഭക്ഷണം പാകം ചെയ്യലോ ജോലിയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരേണ്ടതൊക്കെ ചെയ്യുന്നത് പോലെ പണമിടപാട് കൈകാര്യം ചെയ്യാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ പണം വാങ്ങുന്നതും കടം മേടിക്കുന്നതും വീട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട ഭർത്താവ് അറിഞ്ഞിട്ടോ ഭർത്താവ് മുഖേനയോ ആയിരിക്കണം എന്നുള്ളതാണ്. ഇവരൊക്കെ അവര് നമ്മളോട് പറഞ്ഞ് ഏൽപ്പിക്കലും കാര്യങ്ങളൊക്കെ വാങ്ങി ചെയ്തിട്ട് അവസാനം ബാധ്യത കൂടിക്കഴിഞ്ഞാൽ ഈ ആണുങ്ങളൊക്കെ പെണ്ണുങ്ങളുടെ തലയിലേക്കിടും. നീ തന്നെയാണ് ഇതൊക്കെ വരുത്തി വെച്ച്, നിന്നെ കാരണം കുടുംബം നശിച്ച് അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് നാണം കെടുത്തി പത്താളുടെ മുന്നിൽ നമ്മളെ താറടിച്ച് കാണിക്കുന്ന തരത്തിലേക്ക് പറയാൻ ഒരു മടിയില്ലാത്തൊരു വർഗമാണ് നമ്മുടെ പുരുഷന്മാർ. കാരണം പല ആളുകളും വീട്ടുഭരണം എന്നാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്വം ഒന്നും ഏറ്റെടുക്കാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി മറ്റുള്ള ഭാര്യമാരെ ഏൽപ്പിക്കുന്ന ആണുങ്ങളും കൂടി ആലോചിക്കുക. കാരണം നമ്മുടെ ഉത്തരവാദിത്തക്കുറവ് തന്നെയാണ് നമ്മുടെ കുടുംബം പരാജയപ്പെടുന്നത്. എല്ലാ രീതിയിലുള്ള ചിന്തകളും ബുദ്ധികളും ഒക്കെ വേണ്ട വിധാനത്തിൽ ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ മുന്നിട്ടിറങ്ങി നടത്തിക്കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊക്കെ മറ്റുള്ള കാര്യങ്ങൾ നീ എന്താ ചെയ്ത് എന്നെ കൊണ്ടൊരു മാർഗമല്ല എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു കല്യാണം വന്നു അവർക്ക് എന്തെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾ വന്നു അതിനൊക്കെ കൊടുക്കണം എന്ന് പറയുമ്പോൾ അന്തസ്സ് അഭിമാനം എന്നൊക്കെ പറയുന്നത് അടുത്ത ബന്ധുക്കളൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സഹായങ്ങൾ ചെയ്യേണ്ടതും അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങൽ കൊടുക്കൽ പരിപാടിയിലേക്കൊക്കെ മാറി നിൽക്കുമ്പോൾ അത് സ്ത്രീകൾ തന്നെ കടം വാങ്ങി കാര്യങ്ങൾ ചെയ്തിട്ടാണ് പലയിടത്തും പരാജയം വരുന്നത്. അപ്പോൾ അതുപോലുള്ള പരാജയങ്ങളൊക്കെ വന്ന് ആത്മഹത്യയുടെ എന്ന് പറയാം, അല്ലെങ്കിൽ മരണതുല്യമായ വേദനയോട് നീറി ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മളെ വിളിച്ചിട്ടുണ്ട്. അതിന് ഒരുപാട് പ്രതിവിധികളും പരിഹാരങ്ങളും ചെയ്തു കൊടുത്തിട്ട് അവർ കരകയറിയിട്ടുള്ള അനുഭവം നമുക്കുണ്ട്. അപ്പം അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എങ്കിലും കടമില്ലാത്തവർ കടം വരുത്താൻ വേണ്ടി ഇത്രയും തരത്തിലുള്ള റിസ്ക് ഏറ്റെടുക്കാതിരിക്കുക. കടം വന്നവർ അത് പറഞ്ഞ് തീർക്കാൻ കഴിയുമെങ്കിൽ അതിന് ശ്രമിക്കുക. അതല്ലെങ്കിൽ അതിനൊരു മാർഗം തെളിഞ്ഞു വരാനുള്ള മന്ത്രപ്രയോഗ വിധിയാണ് ഈ പറയുന്നത്. ഈ മന്ത്രപ്രയോഗം എന്ന് പറയുന്നത് നമ്മൾ ചിട്ടവട്ടത്തോടു കൂടി ഉണ്ടായിരിക്കണം. നമുക്ക് ലക്ഷങ്ങളാണ് ഇന്ന് ഓരോ സ്ത്രീകളുടെയും പേഴ്സണൽ കടം എന്ന് വെച്ചാൽ 30 ലക്ഷം വരെ വീട്ടിലറിയാതെ കടം വന്നിട്ടുള്ള സ്ത്രീകളെ എനിക്കറിയാം. അതിൻ്റെ മേലേക്കുണ്ട്, അല്ല നമ്മളെ സിനിമയിലൊക്കെ പറയുന്നല്ലേ അതുക്കും മേലെ എന്ന് പറയുന്ന തരത്തിലുണ്ട്. പക്ഷേ എന്നാലും ഒരു ചെറിയ ഒരു 10,000 മുതൽ തന്നെ ഒരു കടബാധ്യത വന്നു കഴിഞ്ഞാൽ വീട്ടിൽ രഹസ്യമായി വെച്ചുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് മേക്കപ്പ് ചെയ്ത് അത് കടം വർദ്ധിക്കുക എന്നല്ലാതെ അത് കടം വീടുക എന്ന് പറഞ്ഞിട്ടൊരു സംഭവത്തിലേക്ക് സാധ്യത കുറവാണ് വരുമാനമില്ലാത്തവർ ചെയ്യുമ്പോൾ. അപ്പോൾ അവരൊക്കെ അതെങ്ങനെ വീട്ടാൻ പറ്റും എന്നുള്ളതാണ്. ഈ വീട്ടാൻ പറ്റും എന്നുള്ളത് നമ്മളെ തന്നെ മൈൻഡിലും ബുദ്ധിയിലും ഒക്കെ ഉള്ളൊരു കാര്യമാണ്. അപ്പം അത് നമ്മളെ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഈ കടബാധ്യത എങ്ങനെ വീടും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം. ഇത് കടം വാങ്ങിയത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല.
പിന്നെ അത് മാത്രമല്ല, അതിനൊക്കെ വിട്ടുവീഴ്ചകൾ വന്നിട്ടും ഈ കടബാധ്യതയുടെ രഹസ്യം പുറത്തേക്ക് വരുന്ന സമയത്ത് വീട്ടുകാരുടെ ഭാഗത്തുനിന്നോ കുടുംബക്കാരുടെ, നാട്ടുകാരുടെ, ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് ആക്ഷേപം, പരിഹാസം, പുച്ഛമായി നമ്മളെ അവോയ്ഡ് ചെയ്യാതെ നമ്മളെ കൂടെ നിന്നുകൊണ്ട് തന്നെ ആ കടം വീട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹകരണം നമ്മുടെ ഭർത്താക്കന്മാരുടെ ഭാഗത്തുനിന്നോ ഭാര്യമാരുടെ ഭാഗത്തുനിന്നോ ഉണ്ടാവും എന്നുള്ളതാണ് ഈ മന്ത്രം ജപിക്കുമ്പോൾ ആണായാലും പെണ്ണായാലും നിങ്ങൾക്ക് വരുന്ന അനുഭവം. ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾ 21 ദിവസം ജപിച്ചു, അല്ലെങ്കിൽ 11 ദിവസം ജപിച്ചു. ഈ ജപിച്ച് നമ്മൾ കണ്ണടച്ച് ഇരുന്ന് ജപിച്ചു. നേരം വെളുക്കുമ്പോൾ മുറ്റത്ത് പോയിട്ട് സഞ്ചിയിൽ ഈ ദേവി ഒരു 100ന്റെ അല്ലെങ്കിൽ 1000ന്റെ കെട്ടടോ 500ന്റെ കെട്ട് മുറ്റത്ത് കൊടുന്നിടും എന്ന് വിചാരിച്ചിട്ട് ആരും ജപിക്കണ്ട. കാരണം ഈ കടബാധ്യത വന്നു ചേർത്തത് നമ്മൾ തന്നെയാണ്. ഇതിനെയൊക്കെ മാറ്റേണ്ട സൊല്യൂഷൻ നമ്മളെ കയ്യിൽ തന്നെയാണ്. ഈ സൊല്യൂഷൻ ഒന്നുമില്ലെങ്കിലും ഇതുകൊണ്ട് വരുന്ന ആപത്തുകൾ കംപ്ലീറ്റ് മാറ്റാനെങ്കിലും ഈ മന്ത്രസിദ്ധി കൊണ്ട് കഴിയും എന്നുള്ളതാണ് എനിക്ക് ഉറപ്പു തരാവുന്ന ഒരു വാക്ക്. കാരണം മന്ത്രജപത്തിൻ്റെയൊക്കെ ആവശ്യകത പൂർവികരായിട്ടുള്ള ഋഷീശ്വരന്മാരും യോഗീശ്വരന്മാരൊക്കെ എഴുതി വെച്ചതും തയ്യാറാക്കി വെച്ചതൊക്കെ ഓരോരോ പ്രതിസന്ധികളിലും ഓരോ മനുഷ്യർ പെട്ടിട്ടുള്ള അവസ്ഥയിൽ നിന്നും കരകയറ്റാൻ വേണ്ടിയിട്ടുള്ള മന്ത്രപ്രയോഗങ്ങളും രക്ഷയുമാണ് ഓരോ പ്രതിവിധികളും. ആ പ്രതിവിധികളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ തരത്തിലുള്ള ദോഷ, ദുരിത, ബാധ, ബന്ധനങ്ങൾ എല്ലാ തരത്തിലുള്ള സംരക്ഷണത്തോടുകൂടി അതിനെ പ്രതിവിധി കണ്ടെത്താനുള്ള മാർഗം തെളിഞ്ഞു വരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ആലോചിക്കുക, നല്ല ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തോടും ഭക്തിയോടുകൂടിയും ചെയ്യുമ്പോൾ ഒരു നിലവിളക്ക് കത്തിച്ചു വെച്ചതിന് ശേഷം വേണം ചെല്ലാൻ വേണ്ടി നമ്മൾ ഏകാഗ്രമായി 2 കണ്ണടച്ചിരുന്ന് നമ്മുടെ ചിന്തയെ എല്ലാം നമ്മളെ കേന്ദ്രബിന്ദുവായിട്ടുള്ള 2 പുരികത്തിന്റെ നടുക്കിൽ ചിന്തയെ കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക. ഈ ജപിക്കുന്നത് 41 പ്രാവശ്യമോ 108 പ്രാവശ്യമോ ആവാം. 108 പ്രാവശ്യം ജപിച്ചതിന് ശേഷം നമ്മൾ 108 പ്രാവശ്യം ഓം നമഃ ശിവായ, ഓം നമോ നാരായണായ നമ എന്ന് ജപിക്കേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ കടബാധ്യതയിൽ നിന്നും ദേവിയുടെ അനുഗ്രഹം കൊണ്ടും ഐശ്വര്യം കൊണ്ടും നമുക്കതിന് വേണ്ട പുരോഗതിയും അഭിവൃദ്ധിയും വന്നു ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ദോഷ, ദുരിത പ്രായച്ചിത്തങ്ങളിൽ, ദുരിത പരിഹാരങ്ങളിൽ അത് അനുഗ്രഹമായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിഷ്ണുവിൻ്റെയും ശിവന്റെയും മന്ത്രം ജപിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത. നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ മന്ത്രം ജപിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവുമ്പോൾ 100 പ്രശ്നങ്ങളൊക്കെ ഒരു ദിവസം ജപിച്ചു എന്നിട്ടൊന്നും ഫലം കണ്ടില്ല, പിറ്റേ ദിവസം ജപിച്ചു ഫലം കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് തിക്കും ബഹളം വേണ്ട. ഒരു 41 ദിവസമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ജപിക്കണം. 108 പ്രാവശ്യമോ 41 പ്രാവശ്യം വീതോ നമുക്ക് കഴിയുന്ന അത്ര വീതം ജപിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നല്ല ചിന്തയോടുകൂടി ഇതാക്കുക. പിന്നെ പ്രത്യേകം ജപിക്കുന്ന സമയത്ത് ആരെങ്കിലും എനിക്ക് വെറുതെ പൈസ തരാൻ തോന്നണേ, അവരോട് കടം ചോദിച്ചാൽ എനിക്ക് വെറുതെ തരാൻ തോന്നണേ, കടം വാങ്ങിയതൊന്നും നിങ്ങൾ തിരിച്ചു ചോദിക്കാതിരിക്കണേ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഇതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ധനങ്ങളാണ് നമ്മളിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത്. കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷെ ഇതെങ്ങനെ മാറ്റിയെടുക്കാം, ഒഴിവാക്കിയെടുക്കാം എന്നുള്ളത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ ദേവചൈതന്യം തന്നെയാണ്, അല്ലെങ്കിൽ ദേവി തന്നെയാണ് അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തുക. ഈ ദേവിയോട് പ്രാർത്ഥിക്കും തോറും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെയാണ് ഈ ഭക്തയ്ക്ക് ഈ ദോഷത്തിൽ നിന്ന് അല്ലെങ്കിൽ കടബാധിത ഗൃണമോചനം ഉണ്ടാവുക എന്നുള്ള ഐശ്വര്യം ഏത് തരത്തിൽ തന്നാലാണ് ആ ഭക്തയുടെ മനസ്സിന് ശാന്തി കിട്ടുക അല്ലെങ്കിൽ കടബാധിത തീരുക എന്നുള്ളത് ആ ദേവിക്കറിയാം. അതിനനുസരിച്ച സൊല്യൂഷൻ നമ്മളുടെ ജീവിതത്തിൽ വന്നു ചേരും. അതുകൊണ്ട് ഇന്ന ആളുടെ നിന്ന് വെറുതെ കിട്ടണേ, ആ മറ്റാൾക്ക് അങ്ങനെ തരണേന്നൊന്നും തോന്നാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കരുത്. നമ്മുടെ കടബാധിത വീടാനും ഒരു മനസ്സമാധാനത്തിനും ഇതിനൊരു പോംവഴി ഉണ്ടാക്കി തരണം ഭഗവതി എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇത് ചെല്ലേണ്ടത്. ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, പണമായിട്ട് മുറ്റത്ത് വന്നില്ലെങ്കിലും വരില്ല. അതല്ല, നമുക്കതിനൊക്കെ ഉള്ള മാർഗങ്ങൾ ഉണ്ടാവാനും നമ്മുടെ കുടുംബാതിഥികളോ മറ്റുള്ള ആളുകളോ നമ്മളെ ഒറ്റപ്പെടുത്താതെ ഇതിന് കൂടെ നിന്നിട്ട് കടം വീട്ടാനുള്ള മാർഗമെങ്കിലും തെളിയും എന്നുള്ളത് 100ൽ 100 പ്രാവശ്യം ഞാൻ ഗ്യാരണ്ടി തരാം. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഈ മന്ത്രം ജപിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഓം അന്നപൂർണേ ബാലസുന്ദരി മഹാലക്ഷ്മി പൊന്നും പണവും പൂവും, ഒന്ന് പ്രത്യേകം പറയണം, പൊന്നും പണവും പൂവും പൂർണ്ണചന്ദ്രൻ എൻ മുഖത്തു വസിക്ക സ്വാഹ എൻ ഗുരുവാണേ സ്വാഹ.
ഓം അന്നപൂർണേ ബാലസുന്ദരി മഹാലക്ഷ്മി പൊന്നും പണവും പൂവും പൂർണ്ണചന്ദ്രൻ മുഖത്തു വന്നു വസിക്ക സ്വാഹയൻ ഗുരുവാണേ സ്വാഹ. ഇതൊരു മലബാര മന്ത്രമാണ്. ഈ മലബാര മന്ത്രത്തിലെ വിധാനാണിത്. ഈ പറഞ്ഞ വാക്കുകൾ എഴുതിയെടുക്കുക. എഴുതിയെടുത്തതിന് ശേഷം നിങ്ങളത് ബൈഹാർട്ടാക്കുക. ബൈഹാർട്ടാക്കിയതിന് ശേഷം നിങ്ങളത് ദിവസം ഇതുപോലെ തന്നെ 41 ദിവസം നമ്മൾ ജപിക്കുക. ജപിക്കുന്നത് 41 തവണ 41 ദിവസമാക്കാം, അല്ലെങ്കിൽ 108 തവണ 41 ദിവസമാക്കാം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊന്നും പണവും പൂവും ഇതൊക്കെ പുഷ്പം പോലെ നമ്മളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഫലമുള്ളത്. ആ ഭാഗ്യം ആ ഒരു ഗ്രഹണമോചനം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. കടബാധ്യതയിൽ നിന്നും കരകയറി നല്ലൊരു ജീവിത സൗഭാഗ്യം എല്ലാവരിലേക്കും വരട്ടെ. എല്ലാ ദോഷങ്ങളിൽ നിന്നും മുക്തി ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. അതുമാത്രമല്ല, ഇനി ആരും ഇതുപോലുള്ള കാര്യങ്ങൾ കുടുംബപരമായിട്ട് അറിയാതെ രഹസ്യമായി വരുത്തിവെച്ച സുഹൃത്തുക്കൾക്കൊക്കെ പണയം വയ്ക്കാനും ലോൺ എടുത്തിട്ടും അതൊക്കെ തിരിമറി ചെയ്തു കൊടുത്തിട്ടൊക്കെ ഒരുപാട് കടം വന്ന് കുടുംബ പ്രശ്നത്തിൽ തകർന്ന ഒരുപാട് ആളുകളുടെ കുടുംബജീവിതം എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ തന്നെ ചെയ്തത്. അപ്പോൾ ഇത് കണ്ടാലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ായിട്ട് നിൽക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരമായത് കൊണ്ടാണ് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത്. ഞാൻ ആരോടും അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയാറില്ല. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ സാഹചര്യത്തിനനുസരിച്ചിട്ട് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇത് അത്രയും ഫലവത്തും ഗുണവുമുള്ളതും ഒരുപാട് പേര് ഈ ദുരിതത്തിലുണ്ട് എന്നുള്ളത് എനിക്ക് അറിയാവുന്നത് കൊണ്ടുമാണ് ഇങ്ങനെ പറയാൻ തന്നെ കാരണം. അപ്പോൾ ഇത് ഷെയർ ചെയ്യുന്നത് വളരെ ഉപകാരപ്രദം അവർക്കും ഇവർക്കും നമുക്ക് എല്ലാവർക്കും കൂടിയാണ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.